ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ. ഇന്ന് വന്നേക്കണതേ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ മുഖത്ത് കാണുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷനിലെ അതൊക്കെ ഒന്ന് മാറി കിട്ടാനൊക്കെ പറ്റിയ സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ. ഇതാ പാക്കൊക്കെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു ക്രീമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഒരു തരി പോലും ഇല്ല. നമ്മുടെ മുഖത്തങ്ങ് തേച്ചെടുക്കുമ്പോണ്ടല്ലോ ഒരു ക്രീം പോലെ ഇരിക്കും. ഇത് നമ്മുടെ മുഖത്തുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷനും മുഖക്കുരു എന്ന പാടമൊക്കെ മാറ്റാനൊക്കെ പറ്റിയ സൂപ്പർ ഒരു പാക്കാണിത്. ഡെയിലി നമ്മുടെ മുഖത്ത് തേക്കുവാണെങ്കിൽ നല്ല ചേഞ്ച് അറിയാൻ പറ്റും കേട്ടോ. എന്താ മുഖത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഇനി ഓണയും കഴിയുമ്പം കഴുകി കളഞ്ഞാൽ മതിയേ. അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണേ നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്രീം എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ക്രീമല്ല, ഫേസ് പാക്ക് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് പാല് വേണം കേട്ടോ. പാല് ഒരു അര ഗ്ലാസ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഞാൻ ഒരു 2.5 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഇച്ചിരി കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിതിനെ കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ഇരട്ടി മധുരത്തിൻ്റെ പൊടി നമുക്ക് ഇതുപോലെ അല്ലാണ്ട് ഡയറക്റ്റായിട്ട് തന്നെ പാലും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കുക കേട്ടോ. പക്ഷേ അങ്ങനെ തേക്കുമ്പോൾ ഇതിന് തരികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ക്രീമായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രീമായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുവാണെങ്കിൽ, ക്രീമായിട്ടല്ല ഒരു ക്രീം പരുവത്തിൽ പോലെ ആക്കിയെടുക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് ദിവസവും നമുക്ക് തേച്ച് കൊടുക്കാം. അങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറഞ്ഞു കിട്ടും. പിഗ്മെൻറ്റേഷനൊക്കെ നല്ലവണ്ണം മാറിക്കിട്ടും കേട്ടോ. പിന്നെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിക്ക് വലിയ കാശൊന്നുമില്ല, ഒരു 50 രൂപ എങ്ങനെ ഉള്ളൂ. അപ്പോൾ നമുക്കിതുപോലെയൊക്കെ ആക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുന്ന വെച്ചാൽ നല്ലോണം തിളച്ചെടുക്കണം കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ നമ്മളെടുക്കുന്ന പാലിൻ്റെ അളവ് നന്നായിട്ട് കുറയണം. അന്നേരം നമ്മുടെ ഒരു പാക്ക് പോലെ പരുവത്തിൽ കിട്ടും കേട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ അരിച്ചെടുക്കണം. അപ്പം ഒരു ഷാളാണ് ഞാൻ എടുത്തേക്കണത്. അപ്പം തോർത്തിനേക്കാളും നല്ലത് ഷാള് തന്നെയാണ്. അപ്പോൾ ഞാൻ ഷാൾ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങ് അരിച്ചെടുത്തു. ഇതാ അരിച്ചെടുത്തപ്പം കണ്ടോ ഇതുപോലെ ഇരിക്കുന്നത്. അരിച്ചെടുത്ത പാക്ക് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റുകളാണ്. ഇത് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് സ്ക്രബായിട്ട് നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിതെൻ്റെ കൈകളിലാണ് തേച്ച് കൊടുത്തിട്ടോ. മുഖത്ത് തേച്ച് കൊടുത്തില്ല. മുഖത്ത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ആ ക്രീമില്ലേ, അത് നമുക്ക് തേച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിതാ കയ്യിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കയ്യിലങ്ങ് വെച്ചതിന് ശേഷം കൈ ഞാൻ നല്ല വൃത്തി കഴുകിയെടുത്തായിരുന്നേ. അപ്പോൾ നല്ലൊരു പാക്കാണ് കേട്ടോ ഇത്. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഇരട്ടി മധുരം പാലും മാത്രം മതി കേട്ടോ. ഇത് എല്ലാ ദിവസവും നമ്മുടെ മുഖത്ത് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് കാണുന്ന പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷന്, കരിമങ്കലില്ല, അതൊക്കെ മാറാനൊക്കെ ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കും കേട്ടോ. ഇതിപ്പോൾ പാലിൽ കുറുക്കിയിട്ട് തേക്കണമെന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ഈ നമ്മളിങ്ങനെ ഇരട്ടി മധുരം ചില തരികളുണ്ടല്ലോ. അപ്പോൾ തരിയൊക്കെ ഉള്ളത് കൊണ്ട് മുഖത്ത് തേക്കുമ്പം നമ്മളിങ്ങനെ സ്ക്രബൊക്കെ ചെയ്ത് കളയുമ്പോഴത്തേക്കും മുഖമൊക്കെ ഒരു പോറൽ പോലെ വരും. ചില ആൾക്കാർക്ക് അങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറി കിട്ടാനാണ് ഞാൻ ഇതേപോലെ ക്രീം പോലെ ഒന്ന് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തേക്കാം, അല്ലെങ്കിൽ പാലും ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും പാലും മിക്സ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മുഖത്തങ്ങ് തേച്ച് കൊടുക്കാറേ. ഇതെല്ലാ ദിവസം തേക്കുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുക കേട്ടോ. ഇതുപോലെ ഒന്ന് പാലിങ്ങനെ കുറുക്കിയിട്ട് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ധൈര്യമായിട്ട് തേക്കാം. അല്ലെങ്കിൽ തരി പോലെയൊക്കെ ഉള്ളതാണെങ്കിൽ, അതായത് നമ്മളിങ്ങനെ പാല് കുറുക്കാതെ നമ്മൾ പാക്കായിട്ട് മുഖത്ത് തേക്കുവാണെങ്കിൽ എല്ലാ ദിവസവും തേക്കണ്ട, ആഴ്ച 3 തവണ തേച്ചാൽ മാത്രം മതിയേ. അപ്പോൾ ചൂട് കാരണം തോന്നുന്നു കവിളിൻ്റെ സൈഡിലൊക്കെ കുരുക്കളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ചൂടാണല്ലോ. പിന്നെ ഈ ഒരു പാക്ക് തേക്കണ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ തേച്ചാൽ മതി.
ഉച്ച നേരത്തൊന്നും തേക്കണ്ട. ഇപ്പം എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ തേക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചേ തേക്കുന്നുള്ളേ. മുഖത്ത് തേക്കുന്നതുണ്ടോ, നല്ലൊരു ക്രീം പോലെ ഉണ്ട്. നമുക്കിങ്ങനെ മസാജ് ചെയ്യുമ്പോഴൊന്നും ഒരു പ്രശ്നം വരില്ല കേട്ടോ. ഇരട്ടി മധുരത്തിൻ്റെ പാക്ക് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിടുമ്പോഴുണ്ടല്ലോ മുഖത്ത് ഇങ്ങനെ ഒരു കൊണ്ട് കയറുന്നത് പോലെ നമുക്ക് തോന്നും. കാരണം അത് ഇച്ചിരി തരിയുള്ള കൂട്ടത്തിലുള്ള സാധനം കേട്ടോ ഇരട്ടി മധുരം. ഒരുപാട് അങ്ങ് നന്നായിട്ടങ്ങ് പൊടിഞ്ഞ് നല്ല മുൾട്ടാണി വെട്ടി പോലെ അങ്ങനെയൊന്നും പൊടിഞ്ഞ് കിട്ടുന്ന സാധനമല്ല. അപ്പോൾ നമുക്കത് ഡെയിലി നമുക്ക് തേക്കാനും പറ്റില്ല. കാരണം ഒരു സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ മുഖത്ത് കിട്ടുമല്ലോ. അപ്പോൾ ഡെയിലി സ്ക്രബ് ചെയ്യുന്ന അത്ര നല്ലതല്ലല്ലോ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്ത പോലെ രീതിയിൽ നിങ്ങൾക്ക് തേക്കാം. അല്ലെങ്കിൽ പാലുമ മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കാണ്ട് തന്നെ ഡയറക്റ്റായിട്ട് തന്നെ മുഖത്ത് തേക്കാം. പിന്നെ ഒരുപാട് അങ്ങനെ തേക്കുമ്പോൾ അങ്ങനെ എന്താ പറയുക, സ്ക്രബ് നല്ലോണം അങ്ങനെ ചെയ്ത് കളയണ്ട. കാരണം മുഖത്തങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ അബ്സോർബ് ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി. നല്ല അടിപൊളിയാണ്. ഇരട്ടി മധുരം നമുക്കറിയാം, കരിമങ്കലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്, വേഗം കരിമല്യം കുറയാനൊക്കെ നല്ലതാണ്. തുടക്കത്തിലൊക്കെ വന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ കുറയാൻ സഹായിക്കുന്ന സാധനമാണ് ഈ ഇരട്ടി മധുരം കേട്ടോ. അപ്പോൾ 2 ദിവസം ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഇരട്ടി മധുരം മുഖത്ത് തേക്കാവോ എന്ന്. മുഖത്തും തേക്കാം, അത് കഴിക്കാനും നല്ലതാണ്. നമുക്ക് സ്വരമൊക്കെ നന്നാവാനൊക്കെ നല്ല സാധനം കേട്ടോ ഇരട്ടി മധുരം. കഴിക്കൊന്നും വേണ്ട, നമുക്കിത് മുഖത്ത് തേക്കാം. അപ്പോൾ ഞാനിതാ മുഖത്ത് തേച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴുകി കളയുമ്പോണ്ടല്ലോ ഓയിലായിട്ട് തോന്നുന്നൊന്നും വിചാരിക്കേണ്ട. ഒരു ഓയിലുമായിട്ട് ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാം. ഇനി ഡ്രൈ സ്കിന്നുകാർ ഇത് തേക്കുമ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇത്തിരി 2-3 തുള്ളി ആൽമണ്ട് ഓയിലും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ചാൽ മതിയാകും. ഓയിൽ സ്കിന്നുകാർക്ക് ഇത് കുഴപ്പമില്ല കേട്ടോ. ഇനി പാലും കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ചാൽ ഓയിലായിട്ട് തോന്നൂന്നൊക്കെ ഒരു തോന്നൽ വരുമല്ലോ. അങ്ങനെ ഓയിലായിട്ടും തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാക്കിലോട്ട് അലോവേറ ജെല്ല് വേണമെങ്കിൽ മിക്സ് ചെയ്ത് തേക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഇത് ഞാൻ ഏറ്റവും സിമ്പിളായ രീതിയിലൊന്ന് പറഞ്ഞു തന്നാണ്. ഇതിപ്പോൾ തന്നെ ഡ്രൈ ആവും കേട്ടോ. ഇനി ഡ്രൈ ആയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് കാണാവേ. അപ്പോൾ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റ തവണ തേക്കുമ്പോൾ തന്നെ മുഖത്തെ പാടുകൾ പോകുന്നു ഞാൻ പറയുന്നില്ല. നമ്മളിത് ഡെയിലി തേക്കിലാണ് മുഖത്തെ പാടൊക്കെ പോകും കേട്ടോ. മുഖം നല്ലൊരു തിളക്കം ഉണ്ടാവും. അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ ഈ ഒരു പാക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ എല്ലാം കൂടെ മുഖത്തൊന്നും തേക്കൊന്നും വേണ്ട. എന്തായാലും കുറച്ച് ബാലൻസൊക്കെ വരും. നമുക്ക് അത് ഫ്രിഡ്ജിനകത്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ദിവസം വെക്കൊന്നും വേണ്ട. ഒരു 2-3 ദിവസം അത്രയൊക്കെ മതി കേട്ടോ. എന്നാലും ഒരു ഫ്രഷ് ആയിട്ട് മുഖത്ത് തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.